വെൽക്കം ടു ലൈക്ക് വഗൈൻ വില്ല. ഇന്ന് നമ്മൾ പയറുണ്ടായി കിടക്കുന്നത് കാണാൻ പോവാം കേട്ടോ. അതെന്താണ് ഇത്ര സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലാണ്, മമ്മിയുടെ അടുത്താണ്. അപ്പം ധാരാളം പയറുണ്ടായി കിടക്കുന്നുണ്ട്. പിള്ളേരെ കൊണ്ടുവന്ന് കാണിക്കാനായിട്ട് മമ്മി പറഞ്ഞു. എന്തിനാണ് പിള്ളേരെ കാണിക്കുന്നത് വെച്ചാൽ അതൊക്കെ കാണുമ്പോഴാണല്ലോ അവർക്കും ഈ പറഞ്ഞ പോലെ ഈ കൃഷിനോടും നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നതിനോടൊക്കെ ഒരു താല്പര്യം തോന്നേ. അപ്പം മമ്മിയുടെ അടുത്ത് ഉണ്ട്. അപ്പം ഞങ്ങൾ പിള്ളേരെ സ്കൂളിൽ ചെന്ന് അവരെ ക്ലാസ് കഴിഞ്ഞ് നിൽക്കുവാണ്. ഇപ്പോൾ അവരെ കൂട്ടിയിട്ട് നേരെ വീട്ടിൽ പോയിട്ട് അവിടെ സ്കൂളിൽ നിന്ന് ചേർന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് വണ്ടി എടുത്തിട്ട് പോരാൻ ഭയങ്കര പാടാണ് അല്ലേ. എല്ലാ പിള്ളേരും കേട്ടോ, നമ്മളെ പരിചയമുള്ള എല്ലാ മക്കളും വരും ഇങ്ങനെ ചുറ്റും വരും. ആന്റി ആന്റി അങ്ങളെന്നൊക്കെ വിളിച്ചു. നമ്മൾ അതുങ്ങളുടെ ഒരു സ്നേഹവും സന്തോഷം കാണുമ്പോൾ അവരോട് വർത്താനം പറഞ്ഞിരിക്കും. അവരെടുത്തില്ല വീഡിയോ. അവർക്കൊക്കെ ഇഷ്ടമാണ് വീഡിയോയിൽ വരാനൊക്കെ. നല്ല പിള്ളേരാട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നിങ്ങളെ, നല്ല പിള്ളേരാ. അപ്പൊ അങ്ങനെ എല്ലാവരും തന്നെ വരും. അപ്പൊ അന്ന് ഞാൻ മിഠായി മേടിച്ചു വെച്ചെന്ന് പറഞ്ഞില്ലേ, നമ്മുടെ 10,000 സബ്സ്ക്രൈബേഴ്സ് ആയതിന്. അപ്പൊ എമ്മിക്കുട്ടി മാത്രമാണ് മിഠായി കൊണ്ടുപോയത്. അപ്പൊ ഇന്ന് ഞാൻ അങ്ങോട്ട് സ്കൂളിലേക്ക് ഇറങ്ങിയപ്പോ ഞാൻ ആ പാക്കറ്റ് നോക്കി, ഞാൻ വെച്ചിട്ട് നോക്കിയപ്പോ കാണുന്നില്ല. അതെന്താണ് പിന്നെ വണ്ടി കയറി കഴിഞ്ഞ് ചോദിച്ചപ്പോഴാണ് ഡോപ്പി പറയണത് അത് ഫ്രിഡ്ജിനകത്ത് എടുത്ത് വെച്ചിട്ടുണ്ടെന്ന്. പിന്നെ നാളെ കൊടുത്തു വിടണം. അങ്ങനെ ഞങ്ങൾ ഇവരെയും കൂട്ടി നേരെ മമ്മിയുടെ അടുത്തോട്ട് പോകണം. നിൽക്കണേ അല്ല, ഞാനല്ല ഫ്രിഡ്ജ് വെച്ചത്, എനിക്ക് അറിഞ്ഞൂടാ. അങ്ങനെ നമ്മൾ ഞങ്ങളുടെ വീടെത്തി കേട്ടോ. അവിടെ വീട്ടിൽ അപ്പോൾ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു, മമ്മി എങ്ങാനും മമ്മിയുടെ വീട്ടിൽ പോയിട്ടുണ്ടാവുമെന്ന്. അപ്പോൾ ചോദിച്ചപ്പോൾ മമ്മി അപ്പോൾ വന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു കേട്ടോ. മമ്മി എന്തായാലും എത്തിയത് ഞങ്ങളുടെ ഭാഗ്യമായി. അപ്പം ഞങ്ങൾ അങ്ങനെ ചെന്നപ്പോൾ ഞങ്ങൾ പഴംപൊരിയും വാങ്ങിച്ചിട്ടാണ് പോയത്. മമ്മിക്ക് ഞങ്ങൾ ചെല്ലുമെന്ന് പ്രതീക്ഷ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ഞങ്ങൾ ചെന്ന ഉടനെ തന്നെ റബേക്ക കുട്ടിയും എമ്മിയും സ്കൂളിൽ നിന്ന് വന്നതുകൊണ്ട് തന്നെ വിശന്നിട്ടാണല്ലോ വന്നേ. അപ്പം അവർ വേഗം തന്നെ പഴംപൊരിയൊക്കെ കഴിക്കാൻ വേണ്ടി എടുത്തു. മമ്മി ചായ വെക്കാനൊക്കെ പോയി. എമ്മിക്കുട്ടി അവിടെ ഇരുന്ന് പഴംപൊരിയൊക്കെ കഴിക്കും കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ മമ്മി ഡോപ്പിയുടെ പെങ്ങള് ഡയാന ബാംഗ്ലൂർ പോയേക്കുവാണ് ഒരു ട്രെയിനിങ്ങിന് വേണ്ടി. അപ്പോൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വീഡിയോ ഫോട്ടോയൊക്കെ അയച്ചു കൊടുത്തൊക്കെ ഞങ്ങളെ കാണിച്ചു തന്നു. അപ്പോൾ ഞങ്ങൾ അതൊക്കെ കണ്ടു. അതിൻ്റെ ഇടയിലാണ് ഡോഫിൻ പഴംപൊരി മേടിച്ചപ്പോൾ അവിടുന്ന് ബീഫിൻ്റെ ചാറും കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ആദ്യം പഴംപൊരി എടുത്തപ്പോൾ മറന്നുപോയി, പിന്നെയാണ് ഓർത്തത്. അങ്ങനെ വീണ്ടും എമ്മിക്കുട്ടി അവിടെ ഇരുന്ന് പഴംപൊരിയും നമ്മുടെ ബീഫിൻ്റെ ചാറൊക്കെ മുക്കി കഴിച്ചിട്ടോ. എമ്മിക്ക് ഭയങ്കര ഇഷ്ടമാണത്. ആ കടയിൽ നിന്ന് പഴംപൊരി വാങ്ങിച്ചാൽ അപ്പം എമ്മി അവരോട് തന്നെ ചോദിച്ചു വാങ്ങിക്കും, ചാറുണ്ടോ ചാറുണ്ടോ എന്ന്. അതിൻ്റെ ഇടയിൽ ഞാൻ നോക്കിയാൽ അവിടെ കിടന്നൊരു പ്ലാസ്റ്റിക് കവർ എടുത്തിട്ട് കഴുത്തെ കൂടി ഇട്ടിട്ടോ. അതെന്താണെന്ന് ചോദിച്ചപ്പോൾ അത് എൻ്റെ ബനിയാനാണെന്ന് പറഞ്ഞ് അങ്ങനെ കഴുത്തെ കൂടി കുറച്ച് നേരം അതൊക്കെ ഇട്ട് അങ്ങനെ കളിച്ച് കിടന്നു കേട്ടോ. പിന്നെ അവിടെ ചെന്നാലുള്ള എമ്മിക്കുട്ടിയുടെ ഒരു പ്രത്യേകത എന്നിട്ടുണ്ടെങ്കിൽ ആൾക്ക് എപ്പോഴും അവിടെ മമ്മിയുടെ അടുത്ത് എപ്പോഴും ഉപ്പിലിട്ട സാധനങ്ങളൊക്കെ ഉണ്ടാവേ. അപ്പോൾ ഉപ്പിലിട്ടത് വേണമെന്ന് പറഞ്ഞിട്ട് പിന്നെ മമ്മിയുടെ പുറകെ കിടന്നു. മമ്മി ഒരു 2-3 ഇരുമ്പുമ്പുളി ഉപ്പിലിട്ടതൊക്കെ കൊടുത്തു. എമ്മിക്കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഇരുമ്പുളി ഉപ്പിലിട്ടതൊക്കെ. അങ്ങനെ മമ്മി ആ മേശപ്പുറത്തിരിക്കുന്നത് കുറച്ച് പയറ് കഴിഞ്ഞ ദിവസം അവിടെ ഉണ്ടായത് പറിച്ച് വെച്ചേക്കുന്ന കേട്ടോ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ മമ്മിയുടെ കൃഷി കാണാനായിട്ട് മുകളിലേക്ക് കയറിപ്പോവും. കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ കാണിച്ചിരുന്നത് പോലെ തന്നെ ടെറസിൻ്റെ മുകളിലാണ് കേട്ടോ നമ്മുടെ മമ്മിയുടെ കൃഷിയുള്ളത്. ആദ്യമേ തന്നെ കാണുന്നത് കോളിഫ്ലവർ ആണ്. പിന്നെ ഇതാ സൈഡിലായിട്ട് ധാരാളം മുളകും ഉണ്ട് കേട്ടോ. നല്ല ഉണ്ടമുളക് കേട്ടോ. ആ ഉണ്ടമുളക് ഒരുപാട് ഉണ്ടായി കിടക്കുന്നുണ്ട്. അപ്പോൾ എമ്മിക്കുട്ടനാണെങ്കിലും മുകളിലേക്ക് കയറിയപ്പോൾ തന്നെ പഴയ കളിപ്പാട്ടത്തിൻ്റെ ബാലൻസ് ഒക്കെ എടുത്തുകൊണ്ട് വന്നു കേട്ടോ. നമ്മൾ കൊടുത്തൊരു ബോഗൻവില്ലയാണ് മമ്മിയുടെ അടുത്ത് കൊടുത്തത്. ഇത് നമുക്ക് പിടിച്ചില്ല ഇവിടെ, പക്ഷേ മമ്മിയുടെ അവിടെ ഈ ഒരു ബോഗൻവില്ല പിടിക്കുകയും ചെയ്തു. അതിന്മേൽ നന്നായിട്ട് അത് പൂത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ റബേക്ക മോളത് നമ്മുടെ ചാനലിൻ്റെ പേരല്ലേ ബോഗൻവില്ല, എല്ലാവരോടും ഒക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാമ്മേ എന്നൊക്കെ പറഞ്ഞിട്ട് വന്ന് പറയാം കേട്ടോ. മമ്മിയുടെ കാര്യം ഞാൻ ആലോചിക്കായിരുന്നേ. മമ്മിക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് സ്ഥലം കൂടെ ഉണ്ടായിരുന്നെങ്കിലുണ്ടല്ലോ, താഴത്തെ സ്ഥലം ഉണ്ടായിരുന്നെങ്കിൽ മമ്മി ഇതല്ല ഇതിൻ്റെ അപ്പുറത്ത് കൃഷി ചെയ്തേനെ. നമ്മുടെ ഇഞ്ചിയൊക്കെ ഒരു ഇതായിട്ടുണ്ട്, എടുക്കാറായെന്നൊക്കെ മമ്മി പറയുന്നുണ്ടായിരുന്നു. അപ്പം ഇത്തവണ മമ്മി നമ്മളെ ആ ഒരു പയറ് ധാരാളം ഉണ്ടായി കിടക്കുന്നുണ്ട്. അപ്പോൾ കുട്ടികളെ ഒന്ന് കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് മമ്മി വിളിച്ചു വരുത്തിയതാണ് കേട്ടോ. അപ്പം അങ്ങനെ കാണുമ്പോഴാണല്ലോ കുട്ടികൾക്കാണെങ്കിലും ഈ ഒരു കൃഷി ചെയ്യുക, നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കി കഴിക്കുന്നതിൻ്റെ ആ ഒരു ഗുണം അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രാധാന്യമൊക്കെ അവർക്ക് അതൊക്കെ ഒരു ഇൻട്രസ്റ്റ് ആയിട്ട് വരുമല്ലോ എന്ന് പറഞ്ഞിട്ട്. അതാ ഒരു പയറിൻ്റെ നീളം നോക്കി, നല്ല നീളത്തിലുള്ള പയറാണ്. ഒരു പയറിന് നമ്മുടെ എമ്മിക്കുട്ടൻ്റെ നീളം ഉണ്ടാവുമെന്ന് ഞാൻ പറയായിരുന്നു. അത്രയും നല്ല നീളമുള്ള പയറാണ് കേട്ടോ. അതിൽ തന്നെ 2 വെറൈറ്റി ഉണ്ട്, 2 കളറാണ്. വെറൈറ്റി എന്ന് പറയുമ്പോൾ 2 കളറുണ്ട്. നല്ല കരിപ്പച്ച കളറിൽ നീളത്തിൽ കിടക്കുന്നുണ്ട്, അതല്ലാതെ ഒരു ലൈറ്റ് ഗ്രീൻ കളറിലും ഉണ്ട് കേട്ടോ. പിന്നെ കുറേ പയറിൻ്റെയൊക്കെ പൂവൊക്കെ പൊഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പം മമ്മി അതൊക്കെ പറയുമായിരുന്നു, പൂവൊക്കെ കുറേയൊക്കെ പൊഴിഞ്ഞു പോയിട്ടുണ്ട് എന്നൊക്കെ. ഇപ്പം നീളമുള്ള പയറിൽ ഏറ്റവും നീളമുള്ളൊരു പയർ മമ്മി വിത്തിനിട്ടേക്കുവാണ്.
അതൊക്കെ ആ കാണുന്ന ഏറ്റവും നീളമുള്ള ആ പയർ, റബേക്ക പിടിക്കുന്ന പയർ മമ്മി വിത്തിനിട്ടേക്കാം കേട്ടോ. അതിൻ്റെ നീളം ഒന്ന് നോക്കിയേ, ശരിക്കും അതിന് എമ്മിക്കുട്ടിയുടെ അത്രയും നീളമുണ്ട് കേട്ടോ. അപ്പം അത് കണ്ടപ്പോൾ പിള്ളേർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. നമ്മൾ ഈ വീട്ടിൽ നമ്മൾ ഉണ്ടാക്കുന്ന പച്ചക്കറിയില്ലേ, അതിന് ശരിക്കും വേറൊരു ടേസ്റ്റ് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. നമ്മൾ പുറത്തുനിന്ന് വാങ്ങി കഴിക്കുന്ന പോലെ അല്ല, അങ്ങനെ തോന്നിയിട്ടില്ലേ? നമ്മൾ എന്തെങ്കിലും ഒരു ചെറിയ സാധനങ്ങളും വെച്ച് ഉണ്ടാക്കി കഴിയുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമാണ് നമ്മുടെ പീച്ചിങ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അത്. പയർ അതുപോലെ തന്നെ, അതുപോലെ പയറിൻ്റെ ഇലയൊക്കെ നമ്മൾ എടുക്കുമല്ലോ, എന്തൊരു ടേസ്റ്റാണ് അതിനൊക്കെ. മമ്മി കോവലിൻ്റെ കിളുന്തില അതുപോലെ പയറിൻ്റെ ഇല ഒക്കെ എടുത്ത് തോരൻ വെക്കാറുണ്ട്. ഞാനും ഇവിടെ പയറുണ്ടായിരുന്നപ്പോൾ ഞാനങ്ങനെ വെക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ എമ്മിക്കുട്ടിക്ക് അത് ഒന്ന് പയർ മുറിക്കണമെന്ന് പറഞ്ഞപ്പോഴേക്കും മമ്മി പറഞ്ഞാൽ 2 അത് മുറിച്ചെടുത്തോളാൻ പറഞ്ഞു. മമ്മി എടുക്കാൻ പറ്റിയതൊക്കെ എടുത്ത് താഴെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എമ്മിക്കുട്ടിക്കും റബേക്കയ്ക്കൊക്കെ ഇങ്ങനെ ചെയ്യാനായിട്ട് ഭയങ്കര സന്തോഷമാണ്. പണ്ടൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മമ്മിയുടെ അടുത്ത് ആയിരുന്ന സമയത്ത് ഇതൊക്കെ വിളവെടുത്ത് കഴിയുമ്പോൾ അതൊക്കെ പിടിച്ച് നിന്ന് ഫോട്ടോയൊക്കെ എടുക്കുമായിരുന്നു കേട്ടോ. നിങ്ങളുടെ വീട്ടിൽ എന്തൊക്കെ പച്ചക്കറിയാണല്ലേ പറയണേ കേട്ടോ. അപ്പോൾ ദേ ഇവിടെ നാരകമുണ്ട്, പക്ഷെ നാരകത്തിൽ നാരങ്ങ ആയിട്ടില്ല. പിന്നെ കുറ്റി കുരുമുളകുണ്ട്. കുറ്റി കുരുമുളകിൽ നന്നായിട്ട് കുരുമുളക് വന്നിട്ടുണ്ട് കേട്ടോ. അതാണ് ഡോപ്പി ഈ സൂം ചെയ്ത് കാണിക്കുന്നത്. അതിനകത്ത് ധാരാളം കുരുമുളക് വന്നിട്ടുണ്ട്. പിന്നെ അതിൻ്റെ സൈഡിലുള്ള അതിനകത്ത് മമ്മി വളം ഉണ്ടാക്കാനായിട്ടേ ഇങ്ങനെ വെച്ചേക്കുവാണ്. എന്തൊക്കെയോ സാധനങ്ങൾ പറഞ്ഞതെല്ലാം കൂടി ഇട്ട് വെച്ചേക്കുവാണെന്ന് പറഞ്ഞു കേട്ടോ. ജൈവവളമാണേ. അപ്പോൾ അതൊന്ന് തുറന്നപ്പോഴേക്കും ആ വളത്തിൻ്റെ നല്ലൊരു സ്മെല്ലായിരുന്നു. നല്ല സ്മെല്ലെന്ന് പറഞ്ഞാൽ നമുക്ക് അത്ര എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സ്മെല്ലൊന്നും അല്ല. പിന്നെ ഈ വളമൊക്കെ ഇട്ടിട്ടാണല്ലോ നമ്മളിത് ഉണ്ടാക്കുന്നത് നാലേക്കും നമുക്കൊരു സന്തോഷമാണ്. ജൈവവളം ഇട്ടൊക്കെയാണല്ലോ നമ്മൾ കഴിക്കുന്നത് എന്നുള്ളത് കേട്ടോ. അപ്പോൾ അതിന് ഇതൊരു അത്യാവശ്യത്തിന് നീളമുണ്ട് കേട്ടോ പയറിന്. പിന്നെ നമുക്ക് വേൾഡ് ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ടായിരുന്നല്ലോ. ഡ്രാഗൺ ഫ്രൂട്ട് ഇപ്പോൾ കായ്ക്കുന്നില്ലെന്ന് മമ്മി പറയുന്നുണ്ടായിരുന്നു. ഡ്രാഗൺ ഫ്രൂട്ട് എന്തോ പറ്റിയെന്ന് അറിയത്തില്ല, കായ വരുന്നില്ല. ഉണ്ടായ കായ്ക്ക് അപ്പാര മധുരമായിരുന്നു കേട്ടോ, നല്ല മധുരമായിരുന്നു. അപ്പോൾ ഇത് കായ്ക്കാനായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് മമ്മി പറയുന്നുണ്ടായിരുന്നേ. എന്തെങ്കിലും ഈ ഡ്രാഗൺ ഫ്രൂട്ടിനെ കായ്ക്കാനായിട്ട് ചെയ്യാൻ അറിയാമെങ്കിലും ഒന്ന് പറഞ്ഞു തരണേ, നമുക്കതൊന്ന് പരീക്ഷിക്കാമല്ലോ. അതുപോലെ തന്നെ നമ്മുടെ പയറിൻ്റെ പൂവ് വെറുതെ പൊഴിഞ്ഞു പോകുന്നുണ്ട്. ഇനി മഴ കൊണ്ടാണോ പൊഴിഞ്ഞു പോകുന്നതെന്ന് അറിയില്ല എന്ന് മമ്മി പറയുന്നുണ്ട്. അപ്പോൾ അതാണോ എന്താണ് കാര്യമെന്ന് അറിയാവുന്നവരൊന്ന് പറഞ്ഞു തരണം കേട്ടോ. അതൊക്കെ മമ്മിക്ക് പരീക്ഷിക്കാമല്ലോ. അപ്പോൾ മമ്മി പറയായിരുന്നു, എനിക്ക് താഴത്തും കൂടെ കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ വല്ല കർഷക സ്ത്രീയൊക്കെ ആയേനെ, കർഷക സ്ത്രീ വാങ്ങിയേനെ അവാർഡായിട്ടെന്നൊക്കെ പറയുമായിരുന്നു കേട്ടോ. അപ്പോൾ എമ്മിക്കുട്ടി ഇത് പണ്ട് നമ്മളൊരു ഫാൻസി ഡ്രസ്സിന് റബേക്കയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയ വാളും കൊണ്ട് അങ്ങനെ വന്നവിടെ നിൽക്കുവാണ്. അതുപോലെ ഈ പപ്പായ ഉണ്ടല്ലോ, വേറെ എടുത്തിരുന്നതാണ്. അപ്പം ആ സൈഡിലിരുന്ന പപ്പായ നിങ്ങൾ കണ്ടോ ആവോ. അതുപോലെ തന്നെ ഫ്രഷ് കോവയ്ക്ക കിട്ടി, അത് ഭയങ്കര ടേസ്റ്റായിരുന്നേ. റബേക്ക മോൾ അത് കിളുന്ത് കുറച്ച് പറിച്ചെടുത്തിട്ട് കടിച്ച് കഴിച്ചു കേട്ടോ. എന്നിട്ട് എനിക്കും അത് കൊണ്ട് തന്നായിരുന്നേ. നല്ല ടേസ്റ്റ് അല്ലേ. കോവയ്ക്ക മാത്രമല്ല, ഇതുപോലെ നമ്മൾ പച്ചയ്ക്ക് കടിച്ച് കഴിക്കാൻ പറ്റുന്ന വെണ്ടയ്ക്ക, അതൊക്കെ നമ്മളുടെ ഫ്രഷ് ആയിട്ട് നമ്മളുടെ ഗാർഡനിൽ നിന്ന് എടുത്ത് കഴിക്കുന്നതിന്, തക്കാളിക്കൊക്കെ എന്ത് ടേസ്റ്റാണ്. എനിക്കും കൊണ്ട് തന്നു കേട്ടോ റബേക്ക, ഞാൻ പറഞ്ഞില്ലേ, എനിക്കും കൊണ്ട് തന്നായിരുന്നു. ഞാനും അതപ്പോൾ കഴിച്ചു നോക്കി. അപ്പോൾ അതേ മമ്മി അതിൻ്റെ ഇടയിൽ ഓരോ കാര്യങ്ങൾ നട്ടുപിടിപ്പിച്ചൊക്കെ ഇങ്ങനെ കാണിച്ചു വരികയാണ്. അപ്പം ഞാൻ ഓർക്കുകയാണേ, ഈ നമ്മൾ വെള്ളരിയൊക്കെ കഴിക്കത്തില്ലേ, കുക്കുംബർ കഴിക്കത്തില്ലേ, ആ കുക്കുംബറിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് അല്ലേ നമ്മളുടെ ഈ ഒരു പച്ചയായിട്ട് നമ്മൾ പറിച്ചെടുത്ത് കഴിക്കുന്ന കോവലിൽ നിന്ന് എന്തൊരു ടേസ്റ്റല്ലേ. അങ്ങനെയൊക്കെ കറി വെക്കേണ്ട, മെഴുക്കുവരട്ടിയൊന്നും ഉണ്ടാക്കണ്ട, ഇങ്ങനെ കഴിച്ചാൽ മതി എന്ന് തോന്നും. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടത്. പഴുത്തത് എടുത്ത് ഉണക്കി വെച്ചു. പച്ചക്കറി കൂടാതെ തന്നെ മമ്മി കുറച്ച് ചില ചെടികളും കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ആ 4 മണി പൂവോ 10 മണി പൂവോ എന്താണോ അതിൻ്റെ പേര്, എനിക്ക് 10 മണി പൂവ് അതുണ്ട്. പിന്നെ ഇത് കണ്ടോ, അതിൻ്റെ ഇലയാണ്, ഇല നല്ല പൂ പോലെയാണ് ഇരിക്കുന്നത്, നല്ല ഭംഗിയുണ്ടായിരുന്നത് ആദ്യം കാണാനായിട്ട്. ഇതിന് മുന്നേ നമ്മൾ ചെല്ലുന്ന വീഡിയോയിൽ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇപ്പോൾ അതിൻ്റെ ഇലയൊക്കെ കുറച്ചിങ്ങനെ കരിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മളുടെ മാവാണ് കേട്ടോ, പ്രിയൂർ മാവാണ്. നല്ല ടേസ്റ്റല്ലേ പ്രിയൂർ മാങ്ങ. പക്ഷേ പഴുത്ത് കഴിഞ്ഞാൽ ഭൂരിഭാഗവും പുഴുവായി പോകും. മാവ് പൂത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് കഴിഞ്ഞതിന് മുന്നത്തെ വർഷമൊന്നും അത്രയധികം മാങ്ങയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ കോളിഫ്ലവർ ഉണ്ട്, ഇതൊക്കെ മമ്മി നഴ്സറിയിൽ നിന്നോ അങ്ങനെ എന്തോ വാങ്ങിച്ചാണെന്ന് തോന്നുന്നു, വിത്ത് വാങ്ങിച്ച് വയ്ക്കുകയോ എന്തൊക്കെയായിരുന്നു കേട്ടോ, ഞാൻ ഓർക്കുന്നില്ല. പക്ഷെ അത് അത്ര അങ്ങോട്ട് ഒരു ആരോഗ്യം വന്നില്ല. പിന്നെ ക്യാബേജ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ക്യാബേജ് പോലും വന്നില്ലെന്ന് മമ്മി പറയണ കേട്ടോ. കോളിഫ്ലവർ ഇതായി ഇവിടെ ഇങ്ങനെ ആയി നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ താഴെ വന്നപ്പോഴാണ് നമ്മുടെ എമ്മിക്കുട്ടി ഞാൻ പറഞ്ഞ പോലെ ഈ ഉപ്പിലിട്ടതിൻ്റെയും പിന്നെ നമ്മുടെ അച്ചാറിൻ്റെയൊക്കെ ആളാണ്. അപ്പോൾ മമ്മിയുടെ അടുത്ത് നല്ല പാവയ്ക്ക അച്ചാറിട്ടതുണ്ടായിരുന്നു, മാങ്ങ ഇട്ടുണ്ടായിരുന്നു. മാങ്ങ അവൾ വാങ്ങിച്ച് കഴിച്ചിട്ടോ. എന്നിട്ട് അമ്മയ്ക്ക് ഇത്തിരി പാവയ്ക്ക എന്ന് പറഞ്ഞിട്ട് അവൾ മമ്മിയുടെ അടുത്ത് നിന്ന് കൊണ്ടുവന്ന് പാവയ്ക്ക അച്ചാർ മേടിച്ചു തന്നതാണ്. എനിക്ക് ഇത്ര പാവയ്ക്ക അച്ചാർ ഇഷ്ടമാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടായിരുന്നു കേട്ടോ. അപ്പോൾ അവൾ പറയുകയാണേ, ഞാൻ പറഞ്ഞു താങ്ക് യു, നീ എനിക്ക് പാവയ്ക്ക അച്ചാർ മമ്മിനോട് പറഞ്ഞ് മേടിച്ചു തന്നത്. ഇത് പറയുമ്പോൾ തന്നെ എൻ്റെ വായിൽ നിന്ന് വെള്ളം വരുന്നു.
അത്രയ്ക്കും ടേസ്റ്റ് ആട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരുവിധപ്പെട്ട അച്ചാറുകളൊന്നും ഇഷ്ടമല്ല. പക്ഷേ മമ്മിയുടെ അച്ചാർ എനിക്ക് ഇഷ്ടമാണ്. അതിൻ്റെ ആ ഒരു ടേസ്റ്റാണ് എനിക്കിഷ്ടം. ഡോപ്പിക്കും ഡയാനക്കൊക്കെ, ഡോർഫിൻ്റെ പെങ്ങൾക്കൊന്നും ഈ അച്ചാറല്ല, അവൻ്റെ ആൻറ്റി ഇടുന്ന അച്ചാറാണ് ഇഷ്ടം. പക്ഷേ എനിക്ക് മമ്മിയുടെ ആ ഒരു ടേസ്റ്റുള്ള അച്ചാറാണ് ഇഷ്ടം. അധികം അങ്ങനെ അച്ചാർ കഴിക്കുന്ന ഒരാളല്ല ഞാൻ, പക്ഷേ എനിക്ക് ഈ ഒരു ടേസ്റ്റുള്ള അച്ചാർ ഇഷ്ടമാണ്. അപ്പം ഞങ്ങളിങ്ങനെ ഭയങ്കര ആസ്വദിച്ച് കഴിച്ചതുകൊണ്ട് പോരാന്ന് എടുത്തൊരു കുപ്പിടത്താക്കി കുറച്ച് പാവയ്ക്കച്ചാർ മമ്മി തരികയും ചെയ്തു കേട്ടോ. നല്ലൊരു ടേസ്റ്റ് ആയിരുന്നു, അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എമ്മിക്കുട്ടി അങ്ങനെ എന്നെ പറ്റിക്കാൻ വേണ്ടി പാവയ്ക്ക തിന്നാൻ പറഞ്ഞാണെങ്കിൽ എനിക്കത് ഉപകാരമായിട്ടോ. അത്രയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തു. അങ്ങനെ 5:15 ഞങ്ങൾ തിരിച്ചിറങ്ങി കേട്ടോ. കാരണം സാറയ്ക്ക് ഇന്ന് കെമിസ്ട്രിയുടെ ഒക്കെ സ്പെഷ്യൽ ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവൾ 5:15 വരുവുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കൊണ്ടാണ് ഞങ്ങൾ പിന്നെ അത്രയും നേരം നിന്നത്. അപ്പോൾ ആ സമയമായപ്പോഴേക്കും ഞങ്ങളവിടെ നിന്ന് ഇറങ്ങി ടാറ്റ ബൈബൈ പറഞ്ഞ് നിങ്ങൾ പോകുന്നു കേട്ടോ. അപ്പോൾ ഈ പോരാനായിട്ട് നമ്മൾ നിൽക്കുമ്പോൾ മമ്മിക്ക് ഭയങ്കര ചമ്മലാണ്. നമ്മളിങ്ങനെ വീഡിയോ ഒക്കെ എടുക്കുവാണെങ്കിലേ ഞങ്ങൾ പോകണമെന്നൊക്കെ പറയുമ്പോഴേക്കും മമ്മി ഇങ്ങനെ പതിയെ ഇങ്ങനെ മാറി നിൽക്കട്ടോ. കാരണം മമ്മിക്ക് ചിരി വരും. മമ്മി ഇങ്ങനെ ടാറ്റയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പം ടാറ്റ അമ്മ വിളിച്ചേക്കുന്നു. റോട്ടി പോലെ അയ്യോടാ, എന്റെ മടിയിലാണ് അത് വെച്ചിരുന്നത്. അത് ഞാനിപ്പോ തന്നതാ. അവര് പോയി സാറേനെ വെയിറ്റ് ചെയ്ത് നിക്കണേ. അങ്ങനെ ഞങ്ങൾ പയറൊക്കെ കണ്ട് പയറ് പറിച്ച് അവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് പോകുന്നു. പയർ കൊണ്ടുവന്നു. പിന്നെ നല്ല പാവക്കാച്ചാറൊക്കെ അമ്പടി. അങ്ങനെ ഞങ്ങളങ്ങനെ സാറേനെ കണ്ടു വഴി വെച്ച് എല്ലാം കൂടെ. അപ്പം നാളെ കാണാം അടുത്ത വിശേഷമായിട്ട്. എല്ലാവരും